ഈ അമ്മയെ കൊണ്ട് തന്നെ അവരുടെ ഭാഗവതം, രാമായണം തുടങ്ങിയ കാര്യങ്ങളും ചില്ലിട്ട് സൂക്ഷിച്ചിരുന്ന ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം തച്ച് പൊട്ടിച്ച് കത്തിക്കുകയാണ്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 2 ദിവസമായി കേരളത്തിലെ ചർച്ച കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. വലിയ കോലാഹലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കം ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. വലിയ ചർച്ചയ്ക്കാണ് കേരളത്തിൽ ഇപ്പോൾ ഈ വിഷയം വഴിമരുന്നിടുന്നത്. ഈ കന്യാസ്ത്രീകൾ അവിടെ മതപരിവർത്തനത്തിന് പോയതാണെന്നും മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകൾ അവിടെ മതപരിവർത്തനത്തിന് പോയതാണെങ്കിൽ അത് തെറ്റ് തന്നെയല്ലേ? നോക്കൂ, ഇവിടെ ഒരു പ്രധാന വിഷയമുണ്ട്. കാരണം എന്താ വെച്ചാല്, ബിൻ ലാദനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്ക് നോവും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ബിൻ ലാദനെ കുറിച്ച് പറയുമ്പോൾ നോവേണ്ടത് സാധാരണ മുസ്ലിങ്ങളല്ല. ബിൻ ലാദനെ സാധാരണ മുസ്ലിങ്ങളോട് കൂട്ടിക്കെട്ടാൻ പാടില്ല. അതുപോലെ മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് മതപരിവർത്തനം നടത്തുക, അതിനുള്ള ശ്രമം പോലും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള തെറ്റാണ്, നിയമലംഘനമാണ്. അതിന്റെ പേരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്ക് നോവും എന്ന് പറയരുത്. ക്രിസ്ത്യാനികൾക്ക് നോവില്ല. ക്രിസ്ത്യൻ വിഭാഗം അതിൽ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നോവില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ സംഘടിത മതപരിവർത്തനം എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. ഈ മതപരിവർത്തനത്തിന്റെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ഒരു ഹിന്ദു വീട്ടമ്മ, ഇച്ചിരി പ്രായമായ അമ്മയാണ്, 60 വയസ്സ് 65 വയസ്സ് വരും. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. അപ്പൊ 2 കുട്ടികളും 2 സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരത്തിന്റെ പുറത്ത്, കേരളത്തിന്റെ പുറത്ത്, ഒരാൾ കോയമ്പത്തൂർ, മറ്റാൾ ബാംഗ്ലൂർ. അപ്പൊ ഇവര് സാധാരണ വീട്ടമ്മയാണ്, കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പം ഇവര് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്, ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അമ്പലത്തിൽ പോവുക, വഴിപാടുകൾ കഴിക്കുക, രാമായണ പാരായണം അതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക, ഭക്തിഗാനമൊക്കെ ഈ അമ്പലത്തിലെ പാട്ടുകളൊക്കെ പാടും, അതിൽ കൂടെ മൈക്കില് ഒക്കെ പാടുക, ആറ്റുകാൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. അപ്പോ ഈ 2 മക്കളും ഏകദേശം 1-2 വർഷത്തിലധികമായിട്ട് അന്യ സ്ഥലങ്ങളിൽ ചെന്ന് ജീവിക്കുന്നത് ഈ അമ്മയെ സംബന്ധിച്ചോളം വല്ലാത്തൊരു വേർപാട്. ഭർത്താവും ഇല്ല. അപ്പൊ ഇവര് ഈ വഴിപാടൊക്കെ കഴിക്കുകയാണ്, മക്കളെ തിരിച്ചു വരണം, തിരുവനന്തപുരത്ത് വരണം, അമ്മയുടെ അടുത്ത് വേണം എന്നൊക്കെ. ഈ തൊഴിൽപരമായ കാര്യങ്ങളായതുകൊണ്ട് മക്കൾക്ക് അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, അവർ പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒരു ദിവസം ഈ വെള്ളക്കുപ്പായൊക്കെ ഇട്ട ഒരു സ്ത്രീ, നല്ലൊരു സ്ത്രീ, അവര് ഈ അമ്മയെ സമീപിക്കുന്നത്. എന്താണ് അമ്മയെ, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതും ഈ ആറ്റുകാൽ അമ്പലത്തിന്റെ ആ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഈ അമ്മയെ അവര് കാണുന്നത്, സമീപിക്കുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഇവര് ഒരു സുവിശേഷ ടീമിന്റെ മെമ്പറാണ് ഈ അമ്മയെ സമീപിച്ച സ്ത്രീ. അനന്തരം ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മയോട് പറയുകയാണ് എല്ലാ കാര്യങ്ങളും ശരിയാവും, അമ്മ ഭക്തിയുള്ള ഒരാളല്ലേ, ഞങ്ങളുടെ വഴിയിൽ വന്നൂടെ എന്നൊക്കെ പറയുന്നു. അപ്പൊ അമ്മയ്ക്ക് ബൈബിൾ കൊടുക്കുന്നു, അമ്മയെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നു, അമ്മയുടെ വീട് പതിവായിട്ട് സന്ദർശിക്കുന്നു. അങ്ങനെ എപ്പോഴോ അമ്മ, ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഈ ഇത്രയും ദൈവങ്ങളുള്ളതിന്റെ കൂട്ടത്തിൽ ഒരു യേശു ഇരുന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ യേശു ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വേദ പുസ്തകം ഇരുന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അമ്മ ഇപ്പോൾ ഈ ഇവർ കൊടുത്ത ലഘുലേഖകൾ, പുസ്തകങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണ്. അവരുടെ പൂജാമുറിയില് അനേകം ദൈവങ്ങളുടെ കൂട്ടത്തില് യേശുദേവന്റെ ഒരു ചെറിയ ഒരു പടവും വെക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു പോവാണ്. അപ്പൊ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മക്കൾക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയിട്ടില്ല, അമ്മയ്ക്ക് അങ്ങോട്ട് പോകാനും വലുതായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ വീണ്ടും ഈ സുവിശേഷം അമ്മയോട് പറഞ്ഞ് അമ്മയെ സമീപിച്ച സ്ത്രീയോടൊപ്പം വേറൊരു ടീം വരികയാണ്. 2 പുരുഷന്മാര്, വേറെ 2-3 സ്ത്രീകളൊക്കെ ഒരു ടീം വരികയാണ്. ടീം വന്നിട്ട് പറയുന്നു, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സത്യദൈവത്തിനോടൊപ്പം നിങ്ങൾ സാത്താനെയും ചേർത്ത് വെച്ചതുകൊണ്ടാണ്. സാത്താന്മാരെ ഒഴിവാക്കണം എന്ന്. അപ്പൊ ഈ അമ്മ ഇതിനായിട്ട് ഞെട്ടിപ്പോവാണ്. കാരണം അയ്യോ, അതൊന്നും കുഴപ്പമില്ല മക്കളെ, യേശു കൂടെ ഇരിപ്പുണ്ടല്ലോ, യേശുദേവൻ ഇരിപ്പുണ്ടല്ലോ, അതിനോടൊപ്പം മറ്റുള്ളവർ ഇരിക്കല്ലേ, അവരൊക്കെ സമാധാനമായിട്ട് ഇരുന്നു പോകും, നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെയല്ല, സാത്താന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ സാത്താന്മാരെ മാറ്റുക എന്ന് പറയുക. അങ്ങനെ ഈ അമ്മയെ വളരെ ഇമോഷണൽ ആയിട്ട് സമീപിച്ച് ഒരു ഇമോഷണൽ വയലൻസ് എന്ന് പറയാം ആ നടപടി. ഈ അമ്മയെ കൊണ്ട് തന്നെ അവരുടെ ഭാഗവതം, രാമായണം തുടങ്ങിയ കാര്യങ്ങളും ചില്ലിട്ട് സൂക്ഷിച്ചിരുന്ന ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം തച്ച് പൊട്ടിച്ച് കത്തിക്കുകയാണ്. 3 ആഴ്ച കഴിഞ്ഞപ്പോ അമ്മയുടെ മാനസിക നില തെറ്റി.
ഭ്രാന്താശുപത്രിയിലായി. 3 വർഷം ചികിത്സിച്ചതിന് ശേഷമാണ് അവര് ശരിയായ രീതിയിലായത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ മേൽപ്പറഞ്ഞ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ആരുടെ അമ്മയും മറ്റാരുടെ അമ്മയുമല്ല, എന്റെ അമ്മയാണ്. എനിക്ക് പറ്റിയിട്ടുള്ള സംഭവമാണ്. ഈ പറഞ്ഞത് മറ്റാരുടെയും കാര്യമല്ല. എന്റെ സ്വന്തം, ഞങ്ങളുടെ സ്വന്തം അമ്മയുടെ കാര്യം, ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു സംഭവമാണ്. അപ്പോ ഇതുപോലെ മനുഷ്യരുടെ ചഞ്ചല ചിത്തരായ മനുഷ്യരുടെ മാനസിക നില ഒന്ന് താഴേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ ബലഹീനരായിരിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി വളരെ പ്ലാൻഡ് ആയിട്ട് അവരെ സമീപിക്കുന്ന ഒരു മാഫിയാണ്. ഇത് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഈ മാഫിയയുടെ പ്രവർത്തനം ഈ കരാളഹസ്തങ്ങളിലാണ് ഭാരതം മുഴുവൻ. ഈ മാഫിയ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടത്തെയൊക്കെ തനതായ സംസ്കാരങ്ങളെയും പാരമ്പര്യത്തിനെയൊക്കെ തച്ച് തകർത്ത് നാമാവശേഷമാക്കിയിട്ടാണ് മുന്നോട്ട് പോയത്. തച്ച് തകർക്കുക, നാമാവശേഷമാക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ അമേരിക്കയിൽ കണ്ടുള്ള ഏറ്റവും ഇന്ത്യൻ മായൻ അതുപോലുള്ള തദ്ദേശവാസികളുടെ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ നടത്തി രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു മാഫിയ പ്രവർത്തന പരമ്പരയാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇവര് ഈ വിശുദ്ധരായ കുഞ്ഞാടുകളിൽ നിന്നും ഇവരെ പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു വശത്താണ്. ഇത് ഇപ്പൊ നമ്മള് ഈ കാര്യം പറയുമ്പോൾ അതിനെ ക്രിസ്ത്യാനികളുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ ആരാധന രീതിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഒരു തരത്തിലും ഇത്തരം സുവിശേഷ മാഫിയായിട്ട് ബന്ധമില്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനി മതവിശ്വാസികൾ. മിഷണറി പ്രവർത്തനത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെ തന്നെയല്ലേ? മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവർ നടത്തുന്നത് സത്യത്തിൽ മതപരിവർത്തനത്തിനുള്ള ഒരു മാർഗം എന്ന രീതിയിലല്ലേ ഇവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? മതപരിവർത്തനം എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് എല്ലാ തെറ്റും കൊണ്ടിട്ടിട്ട് ഞങ്ങള് വളരെ ശാന്തി സമാനത്തോടെ ജീവിച്ചിരുന്ന ജനവിഭാഗമാണ്. അവരൊന്നും ഞങ്ങളെ ചൂഷണം ചെയ്യുന്നത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജാതീയത ഒരു വലിയൊരു പ്രശ്നമാണ്. സ്വന്തം ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയെ തീണ്ടപാടാകത്ത് നിർത്തുമ്പോൾ അവന് ഒരു ഈ സുവിശേഷകൻ വന്ന് ആനയിച്ച് സ്വീകരിച്ചുകൊണ്ട് പോയി മതം മാറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ശ്രദ്ധിക്കണം. ഹിന്ദു വിഭാഗങ്ങളിലുള്ള അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഉണ്ടായത്. പക്ഷേ ഈ പരിവർത്തിത ക്രൈസ്തവരെ അവരും കാണുന്നത് വേറൊരു ആംഗിളിൽ തന്നെയാണ്. അവർക്ക് വേറെ പള്ളികളും പരിവർത്തനം ചെയ്ത ഇത്തരത്തിലുള്ള ആൾക്കാരെ, താഴ്ന്ന ജാതിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ പരിവർത്തനം ചെയ്തവർക്ക് പ്രത്യേക പള്ളികളും പ്രത്യേക രീതികളും തന്നെയാണുള്ളത്. അത് മറ്റുള്ളവരോടൊപ്പം അവരെ വിവാഹം കഴിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഏർപ്പെടുത്താനോ ഒന്നും അവരുടെ കുടുംബത്തിന്റെ ഭാഗമാക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. അപ്പോൾ അത് വേറൊരു അർത്ഥത്തിൽ കുറച്ച് സാമ്പത്തിക സഹായം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വലിയ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നുമില്ല. നോക്കൂ, വെള്ളക്കാരന്റെ പള്ളി നമ്മുടേതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും മോശമായിട്ടുള്ള റേസിസവും ജാതീയതയും ഒക്കെ വച്ച് പുലർത്തിയിട്ടുള്ള ആൾക്കാരാണ്. മുഹമ്മദ് അലിയുടെ ഒരു ക്ലിപ്പ് നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ പറയുകയാണ്, ഞാൻ ലോകത്തിരിക്കുന്ന ബോക്സിംഗ് ചാമ്പ്യനായിട്ട് മറ്റേ ഒളിമ്പിക്സിലൊക്കെ കൂട്ടിൽ കിടന്ന് ഇടികൊണ്ട് അമേരിക്കയുടെ പതാക വാനോളം ഉയർത്തിയിട്ട് വന്നപ്പോ എനിക്ക് വെള്ളക്കാരന്റെ ഭക്ഷണശാലയിൽ കയറി ആഹാരം കഴിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പറയുന്നത് വേറെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അതൊക്കെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഈ ക്രിസ്ത്യാനിറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്തുദേവനുമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി ക്രിസ്ത്യാനിയായിട്ട് ഇത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഇതൊരു മാഫിയാണ്. ഇവർക്ക് വളരെ ഇതിനെ നിയന്ത്രിക്കുന്നതെല്ലാം ഈ പറയുന്ന പോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അതുപോലുള്ള ഈ പുറത്തുനിന്നുള്ള NGOs ഒക്കെയാണ്. കോടാനുകൂടി ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിൽ ഒഴുകിക്കൊണ്ടിരുന്ന NGO വഴി. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും ഈ പണം വൻതോതിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയാലേ പണ്ടുണ്ടായിരുന്ന അത്രയും വ്യാപകമായ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുണ്ട്. എന്റെ ചെറുപ്പകാലത്തൊക്കെ എന്റെയൊക്കെ വീട്ടിലിങ്ങനെ നോട്ടീസുമായിട്ട് ഇവർ വരലുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ എന്റെ വീട്ടിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നിലവിളക്ക് എത്തിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ കയറി ഇറങ്ങുന്ന, പക്ഷെ ഇപ്പൊ അങ്ങനെ കൂടുതലായി കാണുന്നില്ല കേരളത്തിലൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ മ്യൂസിയത്തിൽ നടക്കാൻ പോകാറുള്ള ഒരാളാണ് സ്ഥിരമായി. മ്യൂസിയത്തിൽ ഇത്തരത്തിൽ ലഘുലേഖകളുമായി പലരും വരാറുണ്ട്. ഇതിൽ എത്ര പേർ അതിലേക്ക് പോകുന്നറിയില്ല. ഇപ്പൊ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഹൈന്ദവ സമൂഹത്തിന് വന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? കുറച്ചുകൂടി അവയർനെസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? മ്യൂസിയത്തിൽ മാത്രമല്ല, നിങ്ങൾ ആശുപത്രികളിൽ പൊയ്ക്കോ, ക്യാൻസർ ആശുപത്രികളിൽ പൊയ്ക്കോളൂ, അവിടെ പൊയ്ക്കോളൂ, ഇവിടെ പൊയ്ക്കോളൂ, എവിടെ പോയിരുന്നാൽ അവര് നമ്മളെ സഹായിക്കുകയല്ല, മതപരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് മേജർ അജണ്ട. പറഞ്ഞു മനസ്സിലായില്ലേ? മ്യൂസിയത്തും അല്ലെങ്കിൽ ആശുപത്രികളിലും മാത്രമല്ല, ട്രെയിനിന്റെ കക്കൂസിന്റെ അകത്ത് പോലും കയറാൻ പറ്റില്ല. അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്, കാരണം രക്ഷകൻ വന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സമാധാനപരമായിട്ടൊന്ന് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ അപ്പിയിടാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അത്ര വ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു മാഫിയുടെ പ്രവർത്തനം. നോക്കിക്കഴിഞ്ഞാൽ കോമഡി ആയിട്ട് ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ ഇതിനെ പൊളിച്ചെഴുത്തിയ
ഈ കാര്യങ്ങളെ പൊളിച്ചെഴുത്തിയ പൊളിച്ചു കാട്ടിയ ഒരു ഒരു സിനിമ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഫഹദ് ഫാസിലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ പൊളിച്ചെഴുതിയ ഒരു സിനിമയായിരുന്നു. അത് കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ കൂടെ പറഞ്ഞിരുന്നത്. ഈ ട്രാൻസ് എന്നുള്ള സിനിമയൊക്കെ ചിലപ്പോ ചർച്ചാ വിഷയമാവും. വീണ്ടും ചിലപ്പോ വ്യൂവേഴ്സ് ഒക്കെ കൂടും, അതിന്റെ കാര്യങ്ങളൊക്കെ കാണും. ഈ അല്ല, ആ സമയത്ത് ഛത്തീസ്ഗഡ് വലിയ സംഭവം പ്രശ്നമായിരുന്നു. ആ സമയത്ത് വലിയ അതെ. പ്രശ്നമായിരുന്നു ട്രാൻസ് തുടങ്ങിയ സമയത്ത്. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് എംബാരസ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവറ്റകൾ ചെയ്തു കൂട്ടുന്നത്. കാരണം എന്താ പറഞ്ഞാല്, വാടകയ്ക്കെടുത്ത ആൾക്കാരുമായിട്ട് സ്റ്റേജ് കെട്ടി നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അലറും. അലറിയിട്ട് ചെയ്യുന്ന കാര്യം എന്താന്ന്, നിനക്ക് കാണുന്നുണ്ടോ എന്ന് ഒരാളടുത്ത് ചോദിക്കും. ഒരു കുരുടനായിട്ട് ഒരാൾ അഭിനയിക്കും. അയാളോട് ചോദിക്കും, ഈ പാസ്റ്റർ ചോദിക്കാണ് കാണുന്നുണ്ടോ. അയാൾ പറയും കാണുന്നില്ല. അപ്പൊ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ചുറ്റും കൂടി ഈ ശുഭ്രവസ്ത്രധാരികള് അലറി വിളിച്ചിട്ട് ഇനി ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ എന്ന് പറയുമ്പോ ഇവൻ കാണുന്നുണ്ടെന്ന് പറയും. മുടന്തനെ കൊണ്ടുവരും. ഇതുപോലുള്ള ഈ നാലാംകിട നാടകങ്ങളൊക്കെ നടത്തി മറ്റുള്ള ഈ സമൂഹത്തിലെ നല്ല ഒരു സാഹോദര്യത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് വന്ന് അവരെ മതം മാറ്റുകയൊക്കെ ചെയ്ത് ഇവറ്റകള് ഒരു ശല്യം എന്ന് മാത്രമല്ല, ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് എംബാരസ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ മതപരിവർത്തന ബോൺ അഗെയിൻ ചർച്ചും ബാക്കിയുള്ള ഈ മാഫിയ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല.